ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രികളിലും പല ആവർത്തി യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഭാഷ ടെംപ്ലേറ്റ്. അതിന്നും തുടർന്നു പോകുന്നു. ഈ രജനീകാന്തിന്റെ അവസാനത്തെ ബ്ലോക്ക് ബസ്റ്ററായ ജയിലറും അത് തന്നെയല്ലേ സംഭവം. സോ നമ്മൾ എത്ര തന്നെ കണ്ട് പഴകിയതാണെങ്കിലും അത് നന്നായി ഉപയോഗിച്ചാൽ ഈ പഞ്ചപാവുമായി നിന്നവന്റെ ട്രാൻസ്ഫോർമേഷൻ കാണാൻ ഇപ്പോഴും ഒരു ഹരമാണ്. എന്നാൽ അതുപോലൊരു സക്സസ്ഫുൾ ടെംപ്ലേറ്റ് കയ്യിൽ ഉണ്ടായിരുന്നിട്ടും ഒട്ടും ഒരു മെനയാവാത്ത സിനിമയായിരുന്നു 2015 SRKയുടെ ദിൽവാലെ. അക്കാലത്ത് ഈ പടത്തിന്റെ ഹൈപ്പ് എന്ന് പറയുന്നത് ഭീകരമായിരുന്നു. അതിന്റെ കാരണങ്ങൾ ഇവയായിരുന്നു. രോഹിത് ഷെട്ടി എന്ന സംവിധായകനും ഇതേ ഷാറൂഖ് ഖാനും 2 വർഷം മുൻപ് ഒന്നിച്ച ചെന്നൈ എക്സ്പ്രസ് എന്ന സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ഒപ്പം ഇതിൽ സെക്കൻഡ് ഹീറോ ആയി വരുന്നത് 2010 ശേഷം അരങ്ങേറിയവരിൽ കമേഴ്സ്യൽ സിനിമകളിൽ ഏറ്റവും ഫിറ്റ് ആവുന്ന വരുൺ ധവാൻ ആയിരുന്നു. ഇതോടൊപ്പം എവർഗ്രീൻ കോംബോ ആയ SRK കാജോൾ ജോഡിയെ തിരികെ കൊണ്ടുവരുന്നു എന്നൊരു ഹൈപ്പും ഉണ്ടായിരുന്നു. സോ ഇത്രയൊക്കെ പോരെ നമുക്ക് ആ പടം കാണാൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ചെന്നൈ എക്സ്പ്രസ് പടത്തിലെ കോമഡികൾ മിക്കതും എനിക്ക് വർക്ക്ഔട്ട് ആയെങ്കിലും ഈ പടത്തിൽ എനിക്കത് സംഭവിച്ചില്ല. പിന്നെ ഇതിൽ ഏറ്റവും മോശം പാർട്ട് എന്ന് പറയുന്നത് ഈ പടത്തിന്റെ ക്ലൈമാക്സും ആ ക്ലൈമാക്സ് ഫൈറ്റിന്റെ സെറ്റപ്പും അതിലേക്ക് നയിക്കുന്ന സംഗതികളും ഒക്കെയാണ്. ഇവയെല്ലാം ചുരുക്കി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതുപോലൊരു വമ്പൻ ബിഗ് ബഡ്ജറ്റ് പടത്തിൽ വില്ലൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് വീക്ക് ആയിരുന്നു. പിന്നെ ഈ പടത്തിൽ കൊള്ളാവുന്ന 2 സംഗതികൾ, ഇതിൽ നായികയുടെ ഭാഗത്ത് നിന്ന് സിനിമയുടെ ഒരു ഘട്ടത്തിൽ ഒരു അൺഎക്സ്പെക്ടഡ് സംഭവം വരുന്നുണ്ട്. അതൊരു നൈസ് ട്വിസ്റ്റ് ആയിരുന്നു. പിന്നെ മറ്റൊന്ന്, തന്റെ അനിയനെ തല്ലി ആളുകളെ തിരിച്ചു തല്ലാൻ നായകൻ ഒരു ഗോഡൌണിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ചുള്ള ഫൈറ്റും. SRK ഒരു ബൾക്ക് ബോഡിയുള്ള ആളോ അല്ലെങ്കിൽ പേര് കേട്ട ഒരു ആക്ഷൻ സ്റ്റാറോ ഒന്നും അല്ലെങ്കിലും പുള്ളിയുടെ ഫൈറ്റ് സീക്വൻസസ് കാണാൻ ഭയങ്കര രസമാണ്. ആ ഒരു ഫൈറ്റ് സീൻ കാണുമ്പോൾ ഞാൻ കരുതിയിരുന്നു ഈ പുള്ളിക്ക് എന്താ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ സിനിമ ചെയ്താലെന്ന്. എന്നാൽ എക്സ്പെരിമെന്റും റൊമാൻസ് പരിപാടികളും ചെയ്യുന്ന പുള്ളിയുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ വരാൻ വീണ്ടും ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു. പക്ഷെ അങ്ങനെ ഒന്ന് വന്നപ്പോൾ കിട്ടിയത് അടിപൊളി ഐറ്റമായിരുന്നു.